കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻ. ഇതൊക്കെ കേട്ട് കിളിപോയി നിൽക്കുന്ന ഒരാളുണ്ട്. എല്ലാവരും അവനെ രൂക്ഷമായി നോക്കി. റിജാദ് പപ്പയെ നോക്കിയപ്പോൾ പപ്പ റിജാദിക്കെ നോക്കി ദഹിപ്പിക്കുകയാണ്. ഫാസി, നിങ്ങൾ മോളെയും കൂടി റൂമിലേക്ക് ചെല്ലും, അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഉമ്മി അതും പറഞ്ഞ് ഞങ്ങളെ മുകളിലേക്ക് അയച്ചു. റിജാദിക്ക് ആകെ പേടിച്ച് തലഴ്ത്തി നിൽക്കുകയാണ്. ദാ നിന്റെ ഈ കൂട്ടിയിട്ടുണ്ടാ ഞാൻ നിന്നെ അവിടെ ആബിയുടെ കൂടെ വിട്ട് പല പ്രാവശ്യം നിനക്ക് താക്കി തന്നതാ ഈ പിള്ളേരുമായിട്ട് നീ കൂട്ടുകൂടരുതെന്ന്. ഇപ്രാവശ്യം നീ പറഞ്ഞപ്പോ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. കാരണം കാലം കുറെ ആയല്ലോ ഇവരൊക്കെ നന്നായി കാണുന്നു കരുതി. പക്ഷേ ഇല്ല, ഇനി ഒരു നിമിഷം അവരിവിടെ കണ്ടുപോരുത്. ഈ വീടിന്റെ പടി പോലും ചവിട്ടി പോരുത്. അവരുമായിട്ട് നീ ഇനി കൂടുന്നുണ്ടെന്ന് അറിഞ്ഞാ പിന്നെ നിന്നെ ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല, കേട്ടോടാ. അവർക്ക് വേണ്ടുന്നൊക്കെ ആബിദ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടിപ്പോ വെറുതെ വിടുക. റിജാദും അവന്റെ ചെങ്ങായിമാരുടെ പ്രവൃത്തിയിൽ ആകെ ഷോക്കായി നിൽക്കുവാണ്. നാട്ടിൽ വന്നപ്പോൾ തന്നെ കാണാനായി അവരെല്ലാവരും വന്നിരുന്നു. അവരുടെ ഇടപെടൽ കണ്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചു അവർ നന്നായി എന്ന്. പക്ഷെ ഇന്നവർ അഹാനയോട് കാണിച്ചത് അതിന് നിങ്ങൾക്ക് മാപ്പില്ല മക്കളെ, റിജാദ് മനസ്സിൽ കരുതി. അവൻ കലി കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. ഡാ എല്ലാം ഇറങ്ങിക്കോടെ വിടുന്ന്, നീയൊക്കെ നന്നായി എന്ന് കിട്ടിയ എനിക്ക് തെറ്റി. ഇനി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഒന്നിനെ എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോരുത്. നിന്നൊക്കെ കൊണ്ട് ഞാനിന്ന് എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടു. എന്റെ വില മൊത്തം പോയി. ഇനി ഞാനിങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കും. പോടാ പോ. അവരുടെ മുഖത്ത് ദേഷ്യത്തിന്റെയോ പകയുടെയോ ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. അഹാന, അറിയോ ഓക്കെ? അവൾ അപ്പോഴും മുമ്പ് കിടന്ന കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആബിദ്, ക്രോധം, അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് ഇന്ന് ഞാൻ ആബിക്കയിലൂടെ കണ്ടു. മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതിരുത്തവൾ തുടർന്നു. ഡി നീ അത് വിട്, ഒന്നും സംഭവിച്ചില്ലല്ലോ. കറക്റ്റ് സമയത്ത് ആബി ഒന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഫാസി ഒരു നെടുവേർപ്പെട്ടു. അവനൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്താൽ പോരാ. നീ കുറെ പ്രതികാരം വീട്ടാൻ നടന്നല്ലേ, ഇപ്പൊ എന്തായി? ഒരപകടം വന്നപ്പോ എന്റെ ഇക്ക തന്നെ എത്തിയില്ലേ? ഇത്തവണ മാജിയായിരുന്നു. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ ഒരേ ഇരുത്തത്തിൽ തന്നെ തുടർന്നു. അഹാന, നീ എന്തെങ്കിലും പറയടി, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ഡി എന്നാ നീ ഇവിടെ ഇരിക്ക്, ഞങ്ങൾ പോയി എന്തെങ്കിലും തിന്നാനെടുത്തിട്ട് വരാം. ഒന്നും കഴിച്ചിട്ടില്ല ആരും, വയസ്സിട്ട് കണ്ണും കാണുന്നില്ല. ഇനി ഏതായാലും ഉടനെ തിന്നാ, നീ കുറച്ച് റിലാക്സ് ആവും, ഓക്കെ? ഞാനൊന്ന് തലയാട്ടി. അവരതും പറഞ്ഞ് താഴേക്ക് പോയി. ആബിക്കാനൊന്ന് കാണുവാൻ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നു. ഒന്ന് പോയി നോക്കിയാലോ, ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ. പാവം, ഫുഡ് പോലും കഴിച്ചിട്ടില്ല. എല്ലാം ഞാൻ കാരണമാണല്ലോ റബ്ബേ. അവൾ സ്വയം പിറുപിറുത്തു. അതോടൊപ്പം അവളുടെ മിഴികളാകെ നനയാൻ തുടങ്ങി. ഇതേ സമയം ആബിദിന് മുറിയിൽ ലാപ്ടോപ്പിൽ കണ്ണുനട്ട് ഒരേ ഇരിപ്പാണ്. അവന്മാർ അവളൊന്ന് തൊട്ടപ്പോൾ തനിക്ക് എന്തിനാ ഇത്രയും ഫീലായത്? അവൾ എന്നെ വിളിച്ചിട്ട് പോകുമ്പോൾ എന്തോ എൻ്റെ മനസ്സിനോട് പറഞ്ഞ പോലെ തോന്നി. അവളോടൊപ്പം തന്നെ പോവാ ആബിയെന്ന്. അങ്ങനെയാ ഞാൻ അവിടെ എത്തിയത്. എന്താണെന്ന് അറിയില്ല. അവൾ അടുത്ത് വരുമ്പോൾ എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല, അവളുടെ സാമീപ്യം പോലും അറിയാൻ സാധിക്കുന്നു. അവിടെ വെച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവളെയും കൂട്ടി ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ കൈ മുറുകെ പിടിച്ചു. അവളെ വേദനിപ്പിക്കേണ്ടി വന്ന് ഓർത്തപ്പോഴാണ് അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയത്. എന്താ നിനക്ക് പറ്റിയത് ആബി? ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചിരുന്നു. പുറകിൽ നിന്നും ഡോറിൽ ഒരു മുട്ടിയേട്ടപ്പോൾ അഹാന എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് ഡോറ് ലക്ഷ്യമാക്കി നടന്നു. അവനും അവളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോയി കാണാൻ അവൻ്റെ ഈഗോ സമ്മതിച്ചില്ല. ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവളെ വേദനിപ്പിച്ചതിന് സോറി പറയായിരുന്നു. പലതും മനസ്സിൽ കരുതിക്കൊണ്ട് അവൻ ഡോർ തുറന്നു. പക്ഷേ അവൻ പ്രതീക്ഷിച്ച ആളല്ലായിരുന്നത്, സഫയായിരുന്നു. അവനൊന്നും കഴിക്കാത്ത കാരണം അവൾ ഭക്ഷണം കൊണ്ടുവന്നതാണ്. ആബിക, ഞാൻ ഉമ്മി നിങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭക്ഷണം ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ പേടിയോടെ പറയാൻ തുടങ്ങി. പക്ഷേ ആബിദ് അവൻ പ്രതീക്ഷിച്ച ആളെ കാണാത്തതുകൊണ്ട് ദേഷ്യമാണോ സങ്കടമാണോ വരുന്നതെന്ന് അവന് തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് സഫയോട് കയർത്തു. എനിക്ക് വേണ്ട, നീ ഇതെടുത്തു പോ. ആബിക, ഫുഡ് കഴിക്കാതിരുന്ന വെറുതെ ടയേർഡാവും, ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് ഫുഡ് വെക്കാൻ വേണ്ടി കയറിയതും അവളുടെ കയ്യിൽ നിന്നും അവൻ പാത്രം തട്ടിത്തെറിപ്പിച്ചു ഒരുമിച്ചായിരുന്നു. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? അവൻ അവളെ പുറത്താക്കി ഡോർ ശക്തിയായി വലിച്ചടച്ചു. അവന്റെ പ്രവൃത്തിയിൽ സഫയാകെ പരിഭ്രമിച്ചു. പെട്ടെന്ന് തന്നെ അവൾ താഴേക്ക് നീങ്ങി. അവൻ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. വീണ്ടും ഡോറിന് മുട്ടിയിട്ടതും അവൻ അരിശത്തോടെ ഡോർ തുറക്കാനായി നീങ്ങി. വീണ്ടും സഫയാണെന്ന് കരുതി അവൻ ഡോർ ആഞ്ഞു വലിച്ചു. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ, നിന്നോടല്ലേ എന്ന് പറയാൻ തുടങ്ങിയതും ഒരു നിമിഷം അവൻ നിശ്ചലമായി. ഡോറിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് ഞെട്ടി. തന്നെ നോക്കാതെ തലയും താഴ്ത്തി നിൽക്കുന്നവൾ അഹാന. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ എന്തെന്നില്ലാത്തൊരു കുളിര് തോന്നി. ആ ഉണ്ട കണ്ണുകൾ, തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം വിറക്കുന്ന ആ ആധരങ്ങൾ, അങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ പറ്റിയെങ്കിലെന്ന് മനസ്സിൽ കരുതി. അവൾ സംസാരിക്കാൻ തുടങ്ങിയതും ആബിദ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവളെ വലിച്ച് റൂമിൻ്റെ ഉള്ളിലാക്കി ഡോർ ലോക്ക് ചെയ്തു. ഒന്നും മനസ്സിലാവാതെ പകച്ചു നിൽക്കുകയാണവൾ. ആബിദ് തന്നെ പിടിച്ച് ഭിത്തിയോട് അടുപ്പിച്ചു. അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞാൻ ആകെ വിറച്ചു നിൽക്കുകയാണ്.
ആബിദ് തന്റെ കലിപ്പുമോട് പതിയെ ഓൺ ചെയ്തു. ഡീ, അവിടെ കുന്തപിഴുകിയ പോലെ നിൽക്കുമ്പോ നിനക്ക് വായി തുറന്ന് പറഞ്ഞൂടെ? തനിക്ക് വല്ലതും സംഭവിച്ചാ? നീ ഒരു പെണ്ണാണ്, ആ ബോധം കുറച്ചെങ്കിലും ഉണ്ടാവണ്ടേ? എന്ത് വിചാരിച്ചാ അവന്മാരുടെ മുന്നിൽ ഒറ്റയ്ക്ക് പോയത്? അവന്റെ ശബ്ദം ഒന്നുകൂടെ ഉയർന്നു. ദേഷ്യം കൊണ്ട് ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ഇതൊക്കെ കേട്ട് ആകെ കിളിപോയി നിൽക്കുവാണ് നമ്മുടെ നായിക. ഇവനിത് എന്തിന്റെ കേടാ ഇങ്ങനെ ചൂടാവാൻ? അവള് മനസ്സിൽ കരുതി. നീ എന്താലോചിക്കുക? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഇതിന്റെ ഉത്തരം പറയാതെ ഇവിടുന്ന് പോവാന്ന് കരുതണ്ട. നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ... അവിടെ അവനൊന്ന് സ്റ്റക്കായി. വാക്കുകൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല. പതിയെ അവൻ താൻ പറയാൻ പോയ അബദ്ധം മനസ്സിലാക്കി സംയമനം പാലിച്ചു. ആ സമയം അവൾ അവനോട് ചൂടാവാൻ തുടങ്ങി. എനിക്ക് വല്ലതും സംഭവിച്ചാൽ എന്നെ പറ്റി സങ്കടപ്പെടാൻ എൻ്റെ മാമയും ബാപ്പയൊക്കെ ഉണ്ട്. നിങ്ങൾക്കെന്താ? നിങ്ങൾ ആരെൻ്റെ? അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. റബ്ബേ, അവനിങ്ങനെ ചൂടായപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ, അവൾ മനസ്സിൽ കരുതി. ആ വാക്കുകൾ കേട്ട ഉടനെ അവൻ പതിയെ അവളിൽ നിന്ന് അകന്നു. രണ്ടുപേരും പരസ്പരം നോക്കാൻ സാധിക്കാതെ തിരിഞ്ഞു നിന്നു. അഹാന പോവാനൊരുങ്ങിയപ്പോഴാണ് നിലത്ത് മുഴുവൻ ഫുഡ് അവിടെ ഇവിടെയൊക്കെയായി കിടക്കുന്ന കണ്ടത്. ആബിക്ക, പടച്ചോൻ തരുന്ന അന്നത്തെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതൊരിക്കലും ഭക്ഷണത്തോട് കാണിക്കരുത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന കുറേ മനുഷ്യജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ മറ്റുള്ള എന്തിനേക്കാളും കഴിക്കുന്ന ഭക്ഷണത്തെയാണ് ബഹുമാനിക്കേണ്ടത്. ഈ ദേഷ്യം ആരോടാണ് തീർത്ത് അയാളോട് സോറി പറഞ്ഞു പോയി ഭക്ഷണം കഴിക്കുക. ഇത്ര സമയമായിട്ടൊന്നും കഴിക്കാത്തല്ലേ? അവൾ പറഞ്ഞെടുക്കുമ്പോഴേക്കും ആ കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴെ പതിച്ചിരുന്നു. അത് കണ്ടിട്ടാവണം ആബിദ് അവൾ നോക്കാൻ സാധിക്കാതെ തിരിഞ്ഞിരുന്നു. അവന്റെ മിഴികളും ആ സമയം നിറഞ്ഞൊഴുകി. ആദ്യമായാണ് ഒരാളെ കൊണ്ട് തന്റെ കണ്ണുകൾ നിറയുന്നത്. അതിൽ നിന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു തനിക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം. അവളുടെ കണ്ണുകൾ നിറയുന്ന കാണുമ്പോൾ തന്റെയും മിഴികൾ നിറയുന്നു. അവൾ നടന്നകന്നപ്പോൾ ആ വഴി നോക്കിയെന്നുകൊണ്ട് അവൻ അവന്റെ മനസ്സിനോടായി മന്ത്രിച്ചു. അഹാന, അതെ, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഐ റിയലി ലവ് യു. നിന്നെ ഒരു നിമിഷം കാണാതിരിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലാണ്. നിന്നെ കണ്ടിട്ട് ആകെ ഒരു ദിവസം പോലും ആയില്ല. അപ്പോഴേക്ക് എൻ്റെ മനസ്സ് കുത്തി തുറന്ന് അവിടെ കയറാൻ നിനക്ക് സാധിച്ചത് എങ്ങനെയാണ് പെണ്ണേ? പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ പല ശത്രുക്കളുടെയും വലയിലാണ്. എൻ്റെ ബിസിനസ് തകർക്കാൻ പല ദുഷ്ടശക്തികൾ നോക്കി നിൽക്കുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ ഉപ്പയും ഉമ്മയെ അഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ താൻ അവരെ നാട്ടിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഉപ്പയുടെ ബിസിനസ് മുഴുവൻ ഞാൻ നോക്കി നടക്കാൻ തുടങ്ങിയത്. അതിലെ എല്ലാ റിസ്ക്കും ഞാൻ സ്വയം ഏറ്റെടുത്തു. ഒരു കാരണം കൊണ്ടും എൻ്റെ കൂടപ്പുറപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ബാപ്പയുടെ ശത്രുക്കൾ മുഴുവൻ എന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആ എനിക്കൊരു പെണ്ണ് ജീവനാണെന്ന് അവരറിഞ്ഞ പിന്നെ അവളുടെ ജീവൻ വെച്ചായിരിക്കും അവരെന്നോട് പക തീർക്കുക. അങ്ങനെ ആർക്കും നിന്നെ ബലിയാടാക്കാൻ എനിക്ക് പറ്റില്ല പെണ്ണെ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ മുളപൊട്ടിയ ഈ പ്രണയം അത് അവിടെ തന്നെ ഭദ്രമായി വെക്കുന്നതാണ് അവൾക്ക് നല്ലത്. ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ വിതുമ്പാൻ തുടങ്ങി. ഈ ആബിക്ക് എന്താ ഇങ്ങനെ? മൂപ്പരോട് താങ്ക്സ് പറയാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മെക്കിട്ട് കയറാൻ വരുക. ശരിക്കും ഇങ്ങനെ വട്ടാണോ? അവൾ ഓരോന്നോർത്ത് റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. എന്തോ മനസ്സിൽ തട്ടിയ പോലെ ഒരു നിമിഷം അവളുടെ സ്റ്റക്കായി. തന്റെ നെഞ്ചിൽ വലതു കൈ ചേർത്ത് വെച്ചു. ആ ഹൃദയം തന്റെ അനുവാദം പോലും ഇല്ലാതെ അതിയായ വേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു. കാര്യം മനസ്സിലാവാതെ അവൾ നെഞ്ചിൽ കൈവച്ച് തന്റെ രണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചു. തന്റെ മുമ്പിൽ തെളിഞ്ഞ മുഖം കണ്ട് അവളുടെ നെഞ്ചിൽ നിന്നൊരു പാളിച്ച ഉണ്ടായി. എന്റെ റബ്ബേ, ഇങ്ങനെ ഓർത്തിനാണോ ഇപ്പൊ എന്റെ നെഞ്ചിങ്ങനെ പടപടാന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്നത്? ആബിക തന്നോട് അടുത്ത് വരുമ്പോഴുള്ള കാര്യത്തിലൊക്കെ പേടിയാണെങ്കിലും ആ പേടിയിൽ എവിടേക്കോ ഒരു കുളിര് തലോടുന്ന പോലെ തനിക്ക് തോന്നിയിരുന്നു. കുറച്ചു മുമ്പ് റിജാദിക്കനെ ചെങ്ങായിമാരായി തല്ലുകൂടിയപ്പോഴും ഇക്കയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി മനസ്സ് മന്ത്രിക്കുന്ന പോലെ തനിക്ക് തോന്നിയിരുന്നു. ഇപ്പൊ ഇങ്ങനെയും. ഇതിന്റെ കറുത്ത എന്താണ് റബ്ബേ? ഇനി വന്ന് വന്ന് എനിക്ക് ആബിക്കയോട് വല്ല... അഹാന! പിന്നിൽ നിന്നുള്ള ആ വിളിയിൽ അവൾ തന്റെ ചിന്തയെ പകുതിക്ക് വെച്ച് മുറിച്ചു കളഞ്ഞു. പ്രതീക്ഷിക്കാതെയുള്ള വിളിയായത് കാരണം ചെറുതായിട്ടൊന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ റിജാദിക്ക. അഹാന, അറിയോ? ഓക്കെ. ആ റിജാദിക്ക, നിങ്ങളായിരുന്നു? ഐ എം റിയലി സോറി അഹാന. അവർക്ക് വേണ്ടി തന്നോട് ഞാൻ മാപ്പ് ചോദിക്കാം. പണ്ട് നാട്ടിലുള്ള സമയത്ത് എൻ്റെ കട്ട ചങ്ങാതിമാരായിരുന്നു അവരൊക്കെ. പക്ഷേ അന്നേ അവർക്കൊരു ചെറിയ വളവുണ്ടെന്ന് ഉപ്പ മനസ്സിലാക്കിയതാ. പിന്നെ അവരായിട്ട് കൂട്ടുകൂടി നടക്കാൻ സമ്മതിക്കാറില്ല. ഇപ്പൊ കാലം കുറയായല്ലോ. പെട്ടെന്ന് നാട്ടിലൊന്ന് അവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ കരുതി വലുതായപ്പോൾ എല്ലാവരും നന്നായിന്നാ. പക്ഷേ അതൊന്നും സാല റിജുക്ക. സോറി, ഈ റിജാദിക്കാന്ന് നീട്ടി വിളിക്കാൻ കഴിയാനിട്ടാ. അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവർക്ക് വേണ്ടി നിങ്ങളെ ഇക്ക കണക്കിന് കൊടുത്തിട്ടുണ്ട്. സോ ലീവ് ഇറ്റ്. താൻ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല, മാജി ഫാസി ഫുഡ് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോക്കെ, താനൊന്ന് റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ പഠിക്കണ്ട. ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടാൽ മതി. തിരിച്ചൊരു ചിരി മറുപടിയായി കൊടുത്ത് അവൾ റൂമിലേക്ക് പോയി. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആബി തിരിഞ്ഞു നിന്നപ്പോഴാണ് നിലത്ത് താൻ വലിച്ചെറിഞ്ഞ ഭക്ഷണം ചിതറിക്കിടക്കുന്ന അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറച്ചു മുമ്പ് അഹാന പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. അവൻ നേരെ ഹാളിൽ ചെന്നു. എല്ലാവരും അവിടുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്.
എന്താ ഇക്ക നിങ്ങളിങ്ങനെ? ഫുഡ് ഇക്ക കൊടുക്കാൻ ഉമ്മയാ സഫയെ ഏൽപ്പിച്ച്, അതിനിങ്ങനെയാണ് ചെയ്യുക? മുഫിയായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ സഫ അവളുടെ പിറകിലായി നിൽക്കുന്നു. ചിലപ്പോൾ തൻ്റെ പ്രവൃത്തിയിൽ നന്നായി പേടിച്ചാണ്. അഹാന പറഞ്ഞ വാക്കിലൂടെ അവനവൻ്റെ മുഖത്ത് ചെറിയ ചിരിയും ഫിറ്റ് ചെയ്ത് സഫയെ ലക്ഷ്യമാക്കി നടന്നു. സഫ, ഐ ആം റിയലി സോറി. പെട്ടെന്നുള്ള ദേഷ്യത്തില്ല അങ്ങനെ ചെയ്ത്. എന്ത് ദേഷ്യമുണ്ടെങ്കിലും നമ്മളത് കഴിക്കുന്ന ആഹാരത്തോട് കാണിക്കാൻ പാടില്ല. എനിക്കൊരു തെറ്റുപറ്റി. ഇനി അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഐ ആം സോറി. ഉമ്മയും ഉപ്പയും എല്ലാവരും തന്നെ തന്നെ നോക്കി നിൽപ്പാണ്. കണ്ടാലറിയാം തൻ്റെ പ്രവൃത്തിയിൽ അന്താളിച്ച് വാ പൊളിച്ച് നിൽക്കുകയാണ് എല്ലാവരും. സഫയും കണ്ണുകൾ തള്ളി തന്നെ നോക്കി നിൽപ്പാണ്. നിങ്ങൾ കണ്ടോ, നമ്മളെ മോന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം എൻ്റെ മോനെ ഇങ്ങനെ ഞാൻ കാണുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി നേരാമണ്ണം ചിരിക്കുക പോലും ചെയ്യില്ല. ഇപ്പൊ കണ്ടില്ലേ? സന്തോഷം കൊണ്ട് ഉമ്മ ഉപ്പയുടെ തോളിൽ കൈവെക്കുമ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞു തുള്ളുമെന്ന് കണ്ണു നിറയെ ഞാൻ നോക്കി നിന്നു. എല്ലാറ്റിനും കാരണം അവളാണല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീലായിരുന്നു. എൻ്റെ ഇക്ക നിങ്ങൾ തന്നെയാണ് ഇത്? പതിവില്ലാത്തൊരു സോറി പറയലൊക്കെ. നടക്കട്ടെ, നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. മുഫി എനിക്കിട്ടൊന്ന് താങ്ങിയതാ. അതും പറഞ്ഞ് അവൾ സഫിയൊന്ന് ഷോൾഡർ കൊണ്ട് തട്ടി. നോക്കുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് മൂടുന്ന ഞാൻ കണ്ടു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്തെങ്കിലും ആവട്ടെ, ഞാനൊന്നും തിരുത്താനൊന്നുമില്ല. ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോഴേക്കും ഉമ്മ ഓടി തൻ്റെ അടുത്ത് വന്ന പ്ലേറ്റ് നിറയെ ഭക്ഷണം വിളമ്പി. മതി ഉമ്മ, ഇത് കൂടി കഴിക്കാനുള്ള അത്രയും വലുപ്പം എൻ്റെ വയറിനില്ല. ആ സ്ഥലമൊക്കെ അങ്ങ് വന്നോളൂ, മോൻ കഴിക്ക്. ഉമ്മയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടപ്പോൾ തനിക്ക് ലോകം കീഴടക്കിയ പോലെ ഒരവസ്ഥയിലായിരുന്നു. എന്തായാലും ഉമ്മാക്ക് സന്തോഷമായല്ലോ. അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ആഹാരം പറഞ്ഞ വാക്കുകളുടെ അവസാനം ഓർത്തെടുത്തു. ഇത്ര സമയമൊന്നും കഴിക്കാത്തല്ലേ, പോയി ഭക്ഷണം കഴിക്ക്. അപ്പൊ പെണ്ണിന് എന്നെ പറ്റി കുറച്ചൊക്കെ വിചാരം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവളെ ഒന്ന് ഓർത്തപ്പോഴേക്കും അവൻ്റെ ആദരങ്ങളെ ചെറുപുഞ്ചിരി തഴുകിക്കൊണ്ടേയിരുന്നു. കിച്ചണിൽ നിന്നും ഫുഡ് എടുക്കാൻ പോയ മാജിയും ഫാസിയും ഇതൊക്കെ കണ്ട് കിളി പോയി നിൽപ്പാണ്. അവർ പെട്ടെന്ന് തന്നെ അഹാനയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അവിടെ എവിടേക്കോ കണ്ണു നട്ടിരിപ്പാണ്. ഈ പെണ്ണിന് ഇതെന്തു പറ്റി? ആ ചെക്കന്മാരുടെ കാര്യം ഇവൾ ഇനിയും വിട്ടില്ലേ? മാജി വന്ന് അവൾ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. മതിയടി ഇങ്ങനെ വിദൂരത്തിലേക്ക് കണ്ണു നട്ടിരുന്ന്, വന്ന് ഫുഡ് കഴിക്ക്, വന്നേ. ഡി അഹാന, നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ ശത്രുവില്ലേ ഇവളുടെ ഇക്ക ലവൻ നിന്റെ ഇത്തയോട് മാപ്പൊക്കെ പറഞ്ഞു. അവള് ഫുഡ് കൊണ്ടുപോയി കൊടുത്തപ്പോ ലവൻ അത് തട്ടിത്തെറിപ്പിച്ചു പോലും. എന്നിട്ടിപ്പോ പോയി സോറി പറഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മൂപ്പര് തലക്ക് പോലെ അടിയും കിട്ടിയതാ തോന്നണേ. മുഖത്ത് നല്ല അസല് ചിരിയൊക്കെ ഫിറ്റ് ചെയ്താ വരവ്. ഡ്യൂപ്ലിക്കേറ്റ് ആയാലും കാണാൻ നല്ല മൊഞ്ചുണ്ട് ചിരിക്കുമ്പോ. അഹാന ഇത് കേട്ട് കുന്തം വിഴിയ പോലെ ഇരിപ്പാണ്. താനിപ്പോ അവിടെ പോയി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരുന്നു. മൂപ്പര് അത് കേട്ടിട്ടാണോ ഇനി പോയി സോറിയൊക്കെ പറഞ്ഞ്? എന്തെങ്കിലും ആവട്ടെ, എന്നാലും ചെക്കൻ നമ്മൾ പറഞ്ഞ് കേട്ടല്ലോ, കൊച്ചു കള്ളൻ. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവളുടെ മുഖത്ത് ചെറിയ കള്ളച്ചിരി വന്നു. താൻ അവിടെ പോയി ഓരോന്ന് പറഞ്ഞ കാര്യമൊന്നും ഇവറ്റകൾക്ക് അറിയില്ലല്ലോ. ഇക്കയുടെ ഈ മാറ്റേതായാലും പൊളിച്ച്. എനിക്ക് തോന്നുന്നു സഫയുടെ കാര്യം ഉമ്മയും ഇക്കയോട് കുറെ പറഞ്ഞു നോക്കിയതാ. ഇനിയിപ്പോ ഇവിടെ വന്ന് നേരിട്ടൊക്കെ കണ്ടപ്പോ ഇക്കാക്കും നിന്റെ ഇത്തയോട് പ്രേമം മുളകൂട്ടിയെന്നാ തോന്നുന്നത്. അല്ലാണ്ട് ഇക്ക ജന്മത്തിൽ ആരോട് സോഫ്റ്റ് ആയിട്ട് ഒരു വാക്ക് പറയൂല നമ്മളോടല്ലാതെ. മാജിയത് പറഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും തന്റെ മനസ്സിന് എവിടെയോ ഒരു വിങ്ങൽ പോലെ ആ പറഞ്ഞത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പോലെ തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.